ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, ഞങ്ങൾ കക്കാടംപൊയിലേക്ക് പോവുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണുന്നതിൻ്റെ മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലത്തെ പ്ലാനിങ് ആണ് കക്കാടംപൊയിൽ പോകാമെന്നുള്ളത്. കക്കാടംപൊയിൽ അല്ലായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, വയനാടായിരുന്നു. അപ്പോൾ അത്ര ദൂരേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ആരെയും വിടൂല. ആ ഒരു കാരണം കൊണ്ട് തന്നെ കക്കാടംപൊയിലേക്കാണ് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2-3 സ്ഥലം പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്ക് അത് ഫുള്ളായിട്ട് നടക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഒരു പ്ലേസ് അല്ലെങ്കിൽ 2 പ്ലേസ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. പ്ലാനിങ്ങിൽ ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കുന്നത് അഞ്ജനയാണ്. ആക്ച്വലി ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് വേറൊരാളെയും കൂടി മിസ്സാവുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വേറൊരു ഫ്രണ്ടും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ വരൂല എന്നവൾ പറയുന്നത്, അല്ലെങ്കിൽ അവളും കൂടി ഉണ്ടാവുമായിരുന്നു. ഇന്നലെ ആയിരുന്നു ശരിക്കും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. വന്നു കഴിഞ്ഞിട്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയും ക്ഷീണമായിരുന്നു. കാരണം ഒരുപാട് നടന്നിട്ടും ഉണ്ടായിരുന്നു. കാരണം ഈ വണ്ടി കയറാത്ത സ്ഥലത്തൊക്കെ നടന്ന് തന്നെ പോകണമല്ലോ. അത് പോരാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം ഒന്നല്ല, ഒരുപാട് പ്രാവശ്യം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ റൂട്ട് നോക്കാനാണെങ്കിൽ റേഞ്ചും കിട്ടുന്നില്ല. ആകെ കൂടെ സീനായ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ ചിലരോടൊക്കെ ചോദിച്ച സമയത്ത് ഈ റൂട്ട് തെറ്റാണ്, നിങ്ങൾ ഇത് കൂടെ അല്ല വരേണ്ടിയിരുന്നത്, നിങ്ങൾ അതിൽ കൂടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷനായി. ഇനിയിപ്പോൾ ഇന്നത്തെ ട്രിപ്പൊക്കെ ക്യാൻസൽ ആവും എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ പോയി ഒരു ഉച്ച ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു റൂട്ട് കൂടെ പോകാൻ തുടങ്ങിയത്. ഒരു 1 മണി 1:30 ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഈ ഒരു അഡൾട്ട് അതുപോലെ തന്നെ ചിൽഡ്രൻസ് അങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഓരോ പ്രൈസാണ്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി അവിടെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എൻജോയ് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളതിൽ. കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ ടിക്കറ്റ് എടുത്ത് കയറിയതും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഉണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 2-3 ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതും ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല. ഞങ്ങളെ പൈസ പോയാലും വേണ്ടിയില്ല എന്ന് വെച്ചിട്ട് പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങി കിട്ടോ. കാരണം ഇനി അധികം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ്മെൻറ്റ് ഒന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങളെ പ്ലാനിങ് ഒക്കെ ചെറുതായിട്ട് പാളി പോയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു അഡ്വഞ്ചറസ് പാർക്ക് ഉണ്ടായിരുന്നു കക്കാടംപൊയിൽ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നേരെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വഞ്ചറസ് പാർക്ക് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫിദയ്ക്കും അഞ്ജനയ്ക്കും കൂടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി റൈഡ് കയറാലോ, അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വന്ദനയും കൂടി പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് കാണാൻ പോവാം എന്നുള്ള രീതിക്കാണ് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് റൈഡൊക്കെ ശരിക്കും നല്ല പേടിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് റൈഡ് കയറിയിട്ടുണ്ടായിരുന്നത് വളാഞ്ചേരി ഫ്ലോറ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോയ ടൈമിലാണ്. ആ റൈഡ് കയറിയതോടൊക്കെ പിന്നെ ഇനി എനിക്ക് കയറണ്ട എന്നുള്ളതായി. കാരണം അത്ര പേടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പേടിച്ചിട്ട് കയറാത്തത്. ഞാനും വന്ദനയും കൂടെ പേടിച്ചിട്ട് പുറത്ത് നിൽക്കുക. കാരണം ഉള്ളോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് റൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനും വന്ദനയും ആകെ കൂടെ പേടിച്ച്. ഇവർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കയറൊന്നും വേണ്ട റൈഡിൽ, നിങ്ങൾ ജസ്റ്റ് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളോട്ട് കയറി. നിങ്ങൾ റൈഡിലൊന്നും കയറണ്ട, നമുക്ക് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ ആൾക്കാരെ നോക്കിയേ. റൈഡിൽ കയറുന്ന ധൈര്യശാലികൾ പോകുന്നത് നോക്ക് ഗൈസ്. ഇതാണ് ഏറ്റവും കൂടുതലുള്ള ധൈര്യശാലി അഞ്ജന. എന്താ ധൈര്യം. ഞങ്ങളൊന്നും കയറുന്നില്ലെങ്കിൽ വേണ്ട, ഉള്ളിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, എന്നാൽ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉള്ളോട്ട് ടിക്കറ്റൊക്കെ എടുപ്പിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോയതാണ്. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ നമുക്ക് 4 പേർക്കുള്ള ടിക്കറ്റ് എടുക്കാം റൈഡ് കയറാനുള്ളതെന്ന്. ഞങ്ങൾ എന്താ ചെയ്യുക, ഞാനും വന്ദനയും കൂടി പേടിച്ചിട്ട് ആദ്യം പറഞ്ഞു ഞങ്ങളില്ലാന്ന്. ഞാൻ എന്തായാലും ഇല്ലയെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല തലകർക്കവും പേടിയും പിന്നെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. കൂടെ വന്ന ആൾ പിന്നെ അഞ്ജനൻ്റെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അങ്ങോട്ട് വീണു. സത്യം പറഞ്ഞാൽ വന്ദന അത് കയറി കുടുങ്ങി പോയി എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഇറങ്ങിയപ്പം തന്നെ അവളൊരു ഡയലോഗാണ് പറയുന്നത്, ഇനി എന്നെ മേലാൽ ഇതിലേക്കൊന്നും കൊണ്ടുവരരുത്, ഈ റൈഡിലേക്കും ഇല്ല ഒന്നിലേക്കും ഞാനില്ല. കാരണം അത് കയറിയിട്ട് കണ്ണെല്ലാം അടച്ചിട്ട് ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. കയ്യിൽ നിന്നും പോയി എന്ന് തന്നെ പറഞ്ഞു അവൾ വന്നപ്പോൾ. കാരണം ഞങ്ങളെ ഇവർ കൊണ്ടുവന്നത് റൈഡിലൊന്നും നിങ്ങൾ കയറണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ഉള്ളിലൊന്ന് ജസ്റ്റ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളോട്ട് അവർ കയറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ അഞ്ജനൻ്റെ ഇമോഷണൽ ബ്ലാക്ക് മെയിലായിരുന്നു വന്ദനയോട്. കാരണം നീ കയറി അതിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കയറി കുടുങ്ങി പോയി എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അതിൻ്റെ ഫുൾ ക്ലിപ്പാണ് ഞാൻ ദൈ കൊടുത്തേക്കുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫിദ? അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേക്ക് പിന്നെ അതിൻ്റെ ഒരു ഫുൾ ഡിസ്കഷൻ ആയിരുന്നു അവർ തമ്മിൽ. നേരത്തെ
എങ്ങോട്ടാ? ഫുഡ് അടിക്കാൻ പോവല്ലേ? ഇവിടെ ആർക്കും വിശക്കുന്നില്ല, പേടിച്ചിട്ടെന്നാണ് പറയുന്നത്. എനിക്ക് പിന്നെ ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് ഞാൻ അതിൽ കയറാറില്ല. ഇവർക്കാണെങ്കിൽ ഫുൾ അതിൻ്റെ ഡിസ്കഷനായിരുന്നു. ഫുള്ള് കയറി വന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ടൈമിൽ വരെ അങ്ങനെ ആയിരുന്നല്ലേ. വന്നിട്ടൊക്കെയാണെങ്കിൽ ഫുൾ ആ പേടിച്ചിട്ട് അതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും പോയിട്ടില്ല അതിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി. അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റാണ് ഫോഗി മൗണ്ടൻ്റെ. അവിടെ കയറി നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ബില്ലടച്ചു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു വിധമായിരിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാറിലിരുന്ന് ഞങ്ങൾ നല്ല തള്ളായിരുന്നു, അവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം ഫ്ലോപ്പായ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അടുത്ത കരിയത്തുംപാറ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് കരിയത്തുംപാറ. ഏകദേശം 1.5 മണിക്കൂറല്ലേ പറഞ്ഞു, 1.25 മണിക്കൂറാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് പോവാണ്. ക്യാൻസൽ ആവാണ്ടിരുന്ന ഭാഗ്യം. നമ്മളെ റൂട്ട് വീണ്ടും തെറ്റി. ഞങ്ങളോട് ഞങ്ങളെ ഡ്രൈവർ പറഞ്ഞത് ഇവിടെ നോക്കി സെറ്റായി അടിപൊളിയായിട്ട് വന്നോളാന്. എല്ലാ റൂട്ടും തെറ്റി. ഇന്ന് സത്യം പറഞ്ഞാൽ ഫുള്ള് തെറ്റലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ടൊന്നുമല്ല. വന്ന് പോകുന്ന പ്രാവശ്യം എത്ര പ്രാവശ്യം തെറ്റിയില്ലേ, കുറേ പ്രാവശ്യം തെറ്റിയില്ലേ. കാരണം കക്കാടംപൊയിലേക്ക് പോകുന്നത് തന്നെ 4-5 വട്ടം റൂട്ട് മാറി. തോണിക്കട തന്നെ സംഭവം ഞങ്ങൾ ഉദ്ദേശിച്ചതും ഗൂഗിളിൽ കണ്ടതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് വിട്ടു പോകുന്നാണ് പറഞ്ഞത് തോണിക്കട ആവുമ്പോൾ. ആകെ കൂടെ ഞങ്ങൾ അടുങ്ങാറായിക്കണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ഡെഡായില്ലേ. ഇനി നോക്കാം. അതിനിടയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി. എത്ര മാങ്ങ, 2-3 എണ്ണത്തിൽ 4-5 മാങ്ങ പറിച്ച് എത്ര ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഓരോ സാധനം കാണുന്ന സമയത്ത് നമുക്ക് നമ്മളെ നൊസ്റ്റാൾജിക് മെമ്മറീസൊക്കെ ഓർമ്മ വരും. ചെറുപ്പത്തിൽ കല്ലൊക്കെ ഇങ്ങനെ എറിഞ്ഞ് പറിക്കണതും ചീത്ത വെക്കണമൊക്കെ. പക്ഷെ ഇത് ഞങ്ങൾ ചോദിച്ചു പറിച്ചാട്ടോ. ആകെ കൂടെ ക്ഷീണിച്ചടങ്ങാറായിക്കണ. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ക്ഷീണം ഇല്ലാണ്ട് കയറി പോണ 2 എണ്ണം നോക്കിയാട്ടെ പോകുന്നുണ്ടോ. ഞങ്ങളെ ബാക്കിലാക്കിയിട്ട് പോവാണ്. ഉള്ള കഷ്ടപ്പാട് മൊത്തം ഞങ്ങൾക്ക് കൂടെ വരുമ്പോൾ 4 എണ്ണം വന്നത്. ആ പിന്നെ ഇങ്ങനെ പിടിച്ചാലേ ഞാൻ ഉരുണ്ട് പറഞ്ഞ താഴത്തേക്ക് പോകും. ചിരിക്കണ്ട. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും 1.5 മണിക്കൂർ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.